ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ നൈനുവിനെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത് നിഹമോൾക്ക് 2 വള മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾക്ക് 2 സ്വർണ്ണ വളയൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പൊന്നുമോൾ ഒട്ടും ചട്ടമ്പി അല്ലാത്തത് കൊണ്ട് ഇത്ര സാധനങ്ങളൊക്കെ അടിച്ച് ചപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കട്ടിക്ക് തന്നെ ഒരു വെള്ളി വള മേടിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി, റഫ് ഡെയിലി യൂസിന് വേണ്ടിയിട്ട്. അങ്ങനെ നേരെ വന്ന പോത്തീസ് മഹലിലാട്ടോ. അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കുള്ള സിൽവർ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. വേറെ ജ്വല്ലറീസിലൊന്നും പോയിട്ട് ഞാൻ കണ്ടില്ല, പക്ഷേ ഇവിടെ അത്യാവശ്യം സിൽവർ കളക്ഷൻസ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കുള്ള. അങ്ങനെ അവിടെ വെച്ച് വൻ സീനായിരുന്നു, ഇടാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ വീട്ടിൽ വന്ന് ഉറങ്ങിയതിന് ശേഷമായിട്ട് ഇട്ടെടുത്തു. നല്ല കട്ടിയുള്ളതാട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും ഇനി ഞണക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് കഴിഞ്ഞത് ഈവനിങ് ആയപ്പോൾ നൈന് വന്നതിന് ശേഷം ഞങ്ങൾ വർക്ക്ഷോപ്പിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ട്രാവലർ ഇവിടെ വർക്ക്ഷോപ്പിൽ കിടക്കുവാണ്. അപ്പോൾ ഇച്ചിരി പണിയൊക്കെ ആയിട്ട് അതിൻ്റെ കംപ്രസറൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു എ സിയുടെ. അപ്പം അതിന് വേണ്ടി വണ്ടി കൊണ്ട് ഇവിടെ ഇട്ടേക്കുക. അപ്പോൾ ഏട്ടൻ ഉണ്ടെങ്കിൽ ഇത് വന്ന് നോക്കിക്കോളും. ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നൊന്ന് നോക്കി. അതിൻ്റെ കംപ്രസറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ വണ്ടിയുടെ എന്താ പറയുക, മെക്കാനിക്കൽ സൈഡൊന്നും എനിക്ക് നല്ല വൃത്തിയൊന്നും അറിയത്തില്ല, എങ്കിലും നമ്മൾ വന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എസ്റ്റിമേറ്റൊക്കെ മേടിച്ചിട്ട് ഇച്ചിരി കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ രാമചന്ദ്രനിൽ പോയി. അവിടെ ആദ്യം പോയത് നിഹമോക്ക് ഒരു പ്ലേറ്റ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഇതുപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സുള്ള പ്ലേറ്റൊക്കെ എന്താ പറയുക, ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ അതിലൊക്കെ ഇത് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടെങ്കിലും കഴിക്കുമല്ലോ എന്നൊക്കെ കരുതി വാങ്ങി കേട്ടോ. പണ്ട് നൈനൂനും ഉണ്ടായിരുന്നു ഇതുപോലത്തെ. അപ്പം നിഹയ്ക്കും അത് കുറയ്ക്കണ്ടെന്ന് കരുതി നിഹയ്ക്കും മേടിച്ചു. അത് കഴിഞ്ഞത് ഇതുപോലത്തെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു അരിപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ നിഹമോള് ചവിട്ടി പൊടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് പകരം അമ്മയ്ക്കൊരു ഇതുപോലൊരു അരിപ്പ് ഞാൻ മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയി, വെജിറ്റബിൾ സെക്ഷനിൽ പോയി. കുറേയൊക്കെ ചീഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ചില സമയത്ത് ഇതുപോലെ രാമേന്ദ്രൻ വരുമ്പോൾ ചില ഐറ്റംസൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നല്ല ഫ്രഷ് ഐറ്റംസ് കിട്ടും കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞപ്പോഴത്തേക്കും ഇത് കൂർക്ക കണ്ട് കേട്ടോ. കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു, പക്ഷേ വലുതായപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് എടുത്തപ്പോഴത്തേക്കും കൂടുതലും കുഞ്ഞിതാണ് കൂടുതൽ, അതുകൊണ്ട് പിന്നെ അത് എടുക്കാൻ നിന്നില്ല. പിന്നെ മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഓഫർ പ്രൈസിൽ. അപ്പോൾ നൈനുവിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുമൊക്കെ എടുത്ത് ലാസ്റ്റ് ഇതേ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഐസ്ക്രീം സെക്ഷനിൽ പോയി. ഐസ്ക്രീം ഇങ്ങനെ എപ്പോഴും കഴിക്കുന്ന ശീലമൊന്നും ഇല്ല, പക്ഷെ ഇന്നെന്ത് പറ്റിയുണ്ടോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ച് പിന്നെ ബില്ലൊക്കെ ചെയ്ത് എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ സംഭവം പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ കുഞ്ഞിലേ ഉള്ളതാണ്, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ, ഇങ്ങനെ എണ്ണയിലിടുമ്പോൾ പൊങ്ങി വരുന്ന സാധനം. അപ്പോൾ ഇന്ന് ഇതായിരുന്നു ഡിന്നർ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.